പോലീസ് സ്റ്റേഷനിൽ കയറ്റി അപമാനിച്ച് എന്റെ അച്ഛനെ കൊന്നില്ലേ? വന്ദനേച്ചി, ഇറങ്ങടാ പുറത്ത്. ഇറങ്ങി പൊക്കോണം രണ്ടെണ്ണോ. നിങ്ങൾ ഇവിടെ നിന്ന എന്റെ അച്ഛന്റെ ആത്മാവിന് പോലും സ്വസ്ഥത കിട്ടില്ല. വന്ദനേച്ചി മതി, ആളുകളൊക്കെ ശ്രദ്ധിക്കുന്നു. ഇവരോട് പോകാൻ പറ, അല്ലെങ്കിൽ അടിച്ചിറക്കും ഞാൻ രണ്ടിനെ. ഒന്നടങ്ങടി. ഈ മരിച്ചു കിടക്കുന്നതേ നിന്റെ മാത്രം അച്ഛനല്ല, ഞങ്ങളെ കൂടിയാ. ഈ കിടക്കുന്ന മനുഷ്യന്റെ മൂത്ത മകനാടി ഞാൻ. അന്ത്യകർമ്മങ്ങൾ ചെയ്യേണ്ടതേ പെണ്ണായി പിറന്ന നീയോ തെരുവിൽ നിന്ന് എടുത്തു വളർത്തിയ ഇവനുമല്ല, മൂത്ത മകനായ ഞാൻ തന്നെയാ. അത് ചെയ്തട്ടെ ഈ പ്രകാശൻ ഇവിടുന്ന് പോവൂ. ജീവിച്ചിരിക്കുമ്പോ സമാധാനം കൊടുക്കാത്തവര് മരിച്ചിട്ട് ആത്മാവിന് ശാന്തി കൊടുക്കാൻ വരണ്ട. ആരെതിർത്താലും അച്ഛന്റെ അന്ത്യകർമ്മങ്ങള് അച്ഛന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഞാൻ തന്നെ നടത്തും. അതിന് അവകാശമൊന്നും പറഞ്ഞ് ഒരാളും ഇങ്ങോട്ട് വരണ്ട. നിന്നെ ഞാൻ നിർത്തുന്നുണ്ടോ? ജീവിച്ചിരുന്നപ്പോ പോലും മക്കളിൽ നിന്ന് ഒരു സമാധാനം കിട്ടിയിട്ടില്ല. മരിച്ചപ്പോഴെങ്കിലും ഒരൽപ്പം സമാധാനം കൊടുത്തൂടെ? മക്കളാണ് പോലും മക്കള്. ഇറങ്ങി പൊക്കോടെ എല്ലാവരും. നിന്നോട് കൂടി ഈ പറയുന്നത് ഇറങ്ങി പോകാൻ. ऐसे मलयाली हो गए तो हम फंस जाएंगे. മനോജേ, ഇയാള് പറഞ്ഞെന്താന്ന് മനസ്സിലായോ? മനോജിനെ പോലെ മലയാളികള് ജോലി ചെയ്യാൻ തുടങ്ങിയ ഇവരെ പോലുള്ളവര് തിരിച്ചു പോകേണ്ടി വരുമെന്ന്. വിദേശ രാജ്യങ്ങളിലൊക്കെ സ്വദേശവൽക്കരണം വന്നു. അതുകൊണ്ട് മലയാളികളൊക്കെ ഇനിയെങ്കിലും പണി ചെയ്ത് പഠിക്കട്ടെ. ഉത്തരേന്ത്യക്കാരുടെ ദുബായി ആയി ഇപ്പൊ കേരളം. വാചകം അടിക്കാതെ പണി ചെയ്യേ. ഇപ്പൊ നമ്മളെക്കാൾ കൂടുതൽ സമ്പാദിക്കുന്നത് അവരല്ലേ സാറേ? സുഖമല്ലേ നിനക്ക്? എന്റെ അച്ഛൻ അച്ഛന് എന്തോ ആപത്ത്. ഞാൻ സ്വപ്നം കണ്ടതായിരുന്നോ? എന്താ വന്ദനത്? നീ മനുഷ്യനെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. എനിക്ക് എന്റെ അച്ഛനെ കാണണം. അച്ഛന് എന്തോ ആപത്ത് പറ്റിയിട്ടുണ്ട്. എന്താ വന്ദനത്? പകലിന്ന് ഉറങ്ങിയിട്ട് ഭ്രാന്ത് പറയുകയാണോ? അച്ഛനൊന്നും പറ്റിയിട്ടില്ല. നീ വെറുതെ ഇങ്ങനെ കൊച്ചു പിള്ളേരെ പോലെ. എനിക്ക് എന്റെ അച്ഛനെ കാണണം. അച്ഛനെ കണ്ടൊന്ന് സംസാരിക്കണം. ഇപ്പൊ നിനക്ക് അച്ഛനോട് സംസാരിക്കണം, അത്രയല്ലേ ഉള്ളൂ? എനിക്ക് അച്ഛനെ നേരിട്ട് കണ്ട് സംസാരിച്ചാലേ സമാധാനാവുള്ളൂ. എന്നെ വിനോട്ടന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവോ പ്ലീസ്? ശരി, ഞാൻ അങ്ങോട്ട് കൊണ്ടുപോവാം. പക്ഷേ വെറുതെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അമ്മയെ കൂടി ടെൻഷൻ എടുപ്പിക്കരുത്. ഇല്ല. സാറൊന്ന് വരുന്നുണ്ടോ? ശരി സാർ, ഞാനതിന്റെ കോപ്പി സാറിന് തരാം. എടുത്തു വച്ചിട്ടുണ്ട്. ഹലോ, ഞാനിവിടെ എത്തി.
ആ ശരി ശരി ശരി. മനോജ് അല്ല അത് സംശയിക്കണ്ട സർ, ആള് മലയാളി തന്നെയാ. ഇവിടെ കൂടുതലും മലയാളികളല്ല, പക്ഷേ ഇവൻ മിടുക്കനാ, അവരോട് കട്ടക്ക് നിൽക്കും. അതുകൊണ്ട് വൈകുന്നേരം ആവുമ്പോ ഒരു ചായക്കുള്ള പൈസ അധികം കൊടുക്കും. അല്ല അല്ല സർ, സർ ഫയല് ഫയൽ സർ, സാറേ ഫയല് സർ. ഇയാൾക്ക് ഇത് എന്ത് പറ്റി?